അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ വല്ലാത്തൊരു ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നാട്, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ മൊത്തം എല്ലാവർക്കും ബാധകം തന്നെയാണ്. ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കരുത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളം ഒരു കാലത്ത് ഇനി ഗതി പിടിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ ആകെ നട്ടം തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ടൗണിൽ ഏതോ ഒരു ആള് മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കം കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജനിച്ചാൽ പിന്നെ മരിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെയ്ത ഭൂമിയിൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗം കിട്ടും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അത് മതപരമായിട്ട് ഇസ്ലാം പറയണതോ ക്രിസ്ത്യാനി പറയണതോ ഹിന്ദു പറയണോ അല്ല. നമ്മുടെയൊക്കെ ഒരു തരം വിശ്വാസം അതാണ്. പക്ഷേ നമുക്ക് സ്വർഗവും കിട്ടില്ല, നരകവും കിട്ടില്ല. ഇത് രണ്ടും നമ്മൾ ഭൂമിയിൽ തന്നെയാണ് അനുഭവിക്കുക. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കാര്യത്തിലൊന്നുമല്ല, പക്ഷേ സർക്കാർ ഇത്രത്തോളം മന്ദബുദ്ധിയാണെങ്കിൽ നമുക്ക് ഭ്രാന്ത് എന്നെങ്കിലും പറയാം. ഇത് മന്ദബുദ്ധിയല്ല എന്ന ഭ്രാന്തുമല്ല. ഇതിനെന്താണ് പറയാന്നാണ് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടാത്തത്. അപ്പോൾ വൈറലായ പാട്ട് OTA KTA സ്വർണം കട്ട അങ്ങനെ ഒരു പാട്ട് നമ്മൾ കേട്ടു. അതിന് CPM തിരിച്ചും ഒരു മറുപടി പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ആ പാട്ട് കേട്ടത്. അപ്പോൾ അത് വൈറലായിട്ടില്ല. എന്നിരുന്നാലും ഇവർ മൊത്തത്തിൽ ഒരാൾ പറയുമ്പോൾ തിരിച്ചടിച്ച് പറയാനുള്ള ഒരു അവസ്ഥയും കൂടിയാണിപ്പോൾ. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാലും എങ്ങനെ പ്രതികരിച്ചാലും ഇവിടെ കേസാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ജയിലിൽ പോരാതെ വരുമോ എന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. പൊതുവേ നമുക്ക് ഇവിടെ ഒരു സമാധാനമില്ല. നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, നമ്മുടെ പാലക്കാടായിക്കോട്ടെ. പാലക്കാടാണെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും, ഒട്ടുമിക്ക ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഇഷ്ടം കൂടി നമ്മളില്ലാതേക്കാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയും കൂടി ആയിരുന്നു. ഇപ്പോൾ മാതൃകയല്ല, ഇപ്പോൾ മൊത്തം അഴിമതിയാണ്. അഴിമതി വർഗീയതയും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇതിലെന്താണ് ഇപ്പോഴത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതകളൊക്കെ വരാൻ പോകണേ ഉള്ളൂ. പ്രത്യേകതകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മളൊരു വാർത്ത കേട്ടു. ആസ്ട്രേലിയയിൽ വെച്ചിട്ട് ഒരു അച്ഛനും മകനും കൂടിയിട്ട് നിരവധി പേരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗം. അപ്പോൾ അതിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ, എന്താത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതയൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മരിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ജനിച്ചിട്ട് അല്ലെങ്കിൽ മരിച്ചിട്ട് പുതിയൊരു പുതിയൊരു ജീവിതം തുടങ്ങാനുള്ളൊരു ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കണതും മരിക്കണമൊക്കെ അതിൻ്റെ അനുസരിച്ച് പറയല്ല. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ ആസ്ട്രേലിയയിൽ വെടിവെച്ചു. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ അന്തിചർച്ചകളിൽ കുറേ 2.5 പെഗ് ഇട്ടിട്ട് വന്നിട്ട് കുറേ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും ഇല്ലെങ്കിൽ മതപണ്ഡിതന്മാരൊക്കെ വന്നിട്ട് കൊരാന്ന് പറഞ്ഞ് കുരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ചർച്ച ഉണ്ടായോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷേ ആ ചർച്ചകളിലൊന്നും ചർച്ച കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണാട്ടായിരിക്കില്ല. അതിപ്പോൾ ആസ്ട്രേലിയയിൽ ആവും കൊണ്ടായിരിക്കും. പക്ഷെ അവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ മാതിരിയുള്ള മതത്തിൻ്റെ പിന്നാലെ നടക്കുന്നതും അല്ലെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് കോൺഗ്രസ്സുകാരെ കുറ്റം പറയുക അല്ലെങ്കിൽ LDF കുറ്റം പറയുക, ആ രീതിയിലുള്ള ആൾക്കാരല്ല അവിടെയൊക്കെ മാനവും മര്യാദയും ഉള്ള ആൾക്കാരാണ്. ഇവിടുത്തെ പോലെ നാണം കെട്ട വർഗ്ഗങ്ങളല്ല. രാഷ്ട്രീയത്തിനായിക്കോട്ടെ അധികാരികളായിക്കോട്ടെ ഏത് ടീമായാലും അവിടെയൊക്കെ മാനവും മര്യാദയും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ആൾക്കാർ. ഇതെന്താ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മഹാത്മാഗാന്ധി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, തൊഴിലുറപ്പ്. അത് ഏകദേശം നിർത്തലാക്കി എന്നാണ് പറഞ്ഞത്. നിർത്തലാക്കിയത് മാത്രമല്ല, അതിൽ കുറേ ഭേദഗതികൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഭേദഗതികൾ
ഇരുന്ന് വരുത്തിയിട്ട് വേണം അവർ മെല്ലെ മെല്ലെ നമ്മുടെ നാടിനെ കാർന്ന് തിന്നാണ്. ഇപ്പോൾ അവിടെ എന്താ ബീഹാറിലും ആസാമിലും അതേപോലെ തന്നെ ഗുജറാത്തിലും അമിത്ഷായുടെ പിന്നെ നാട്ടിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ജനാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അവർക്ക് സുഖമായിട്ട് ഉണ്ടുറങ്ങി അഴിഞ്ഞാടി നടക്കണം എന്നുള്ള രീതിയിലാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഡൽഹി വായു മലിനീകരണം കൊണ്ട് ഇങ്ങോട്ട് പുകയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലവർ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു വാർത്ത കണ്ടു. പക്ഷേ ഇതൊക്കെ നമുക്ക് നിർത്തലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. വായു മലിനീകരണം നിർത്തലാക്കാൻ പറ്റുന്നതിന് 15 വർഷമുള്ള വാഹനങ്ങൾ, 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നിർത്തിയിട്ട് ഒഴിവാക്കേണ്ട ഒരു സംഭവം കൂടി തന്നെയാണ്. പക്ഷേ അതിനൊന്നും ഇവിടുത്തെ കേന്ദ്രത്തിൻ്റെ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ്. അപ്പോൾ മലിനീകരണം എന്ന് പറഞ്ഞാലും പോരാ, അവിടുത്തെ ഹോട്ടലിൽ ഈ ഡെലിവറിക്ക് പോണ ആളുകളൊക്കെ ഓക്സിജൻ്റെ മാസ്ക് വെച്ചിട്ടാണ് പോണതെന്ന് പറഞ്ഞത്. ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ അവിടുത്തെ വായു മലിനീകരണം നോർമലാണ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്കിപ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമ്മളെ ഇന്ത്യ വലിയൊരു രാജ്യമാണ്. എല്ലാം കൊണ്ടും സമ്പത്തും അതേമാതിരി കൂടുതൽ എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എല്ലാം കൊണ്ടെന്ന് പറയുമ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ശരിക്കും നമ്മളെ ഇവർ പൊട്ടന്മാരാക്കുകയാണ്. പൊട്ടന്മാരെന്ന് പറഞ്ഞാലും പോരാ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പോലെ ഇപ്പോൾ ചുരുക്കം 4 പേര് പാട്ടിനാണ് ഇപ്പോൾ ഇവർ കേസ് എടുത്തിട്ടുള്ളത്. അത് അയ്യപ്പൻ്റെ സ്വർണം ചെമ്പ് ആക്കിയത്, സ്വർണം വഴിപാടായിട്ട് ഭക്തജനങ്ങൾ കൊടുത്ത ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്. ആ സ്വർണ്ണങ്ങളൊക്കെ ഇവർ ചെമ്പ് ആക്കിയിട്ട് ഇത് നിക്കക്കള്ളിയില്ലാതെ ഇപ്പോൾ അവസാനം UDFൻ്റെ പ്രവർത്തകരൊക്കെ പാടെ കൂടിയിട്ട്, UDFൻ്റെ പ്രവർത്തകർ എന്നും പറയാം, പാട്ട് ഒരാളെ ഏൽപ്പിച്ചു, അത് അവരുടെ ജോലിയാണ്. അത് പാട്ട് ഏൽപ്പിച്ചു, അവർ ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്തു. അത് വൈറലായപ്പോൾ ഈ സഖാക്കൾക്കല്ല പേടി. ഇത് കട്ട കുറേ ആൾക്കാരുണ്ടല്ലോ, സ്വർണം ചെമ്പാക്കി മാറ്റിയ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ശരിക്കും പൊള്ളിയത്. അപ്പോൾ അത് DGPക്ക് പരാതി കൊടുത്തു. ഇപ്പോൾ ഇവിടെ അതിജീവിത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ ആളുകൾ ഇവിടെ ബലാത്സംഗത്തിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള രീതിയിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്ക് ഒപ്പം ഒന്നും നിൽക്കാതെ അവൾക്കൊപ്പമാണ് എന്ത് മണ്ണാങ്കട്ടയ്ക്ക്. ഇവിടെ കേരളത്തിലെ ഒരുപാട് ജനങ്ങളുണ്ട്, അതായത് നടക്കാൻ വയ്യാതെ ഒരു നേരത്തെ മരുന്നും ഒന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊന്നും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവൾക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും ഒക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. മണ്ണാർക്കാട് LDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇന്ന് വാർത്ത കണ്ടപ്പോഴാണ്. അപ്പോൾ ഈ സ്വന്തം സ്ഥാനാർത്ഥിനെ ഒറ്റപ്പെടുത്തി LDFൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പ്രധാനമായിട്ടെന്ന് അറിയാം, സ്വന്തം കാര്യം സിന്ദാബാദ്, ശരിക്കും അതാണ്. അല്ലാതെ ഇപ്പോൾ ഇതിൽ അവൾക്കൊപ്പമാണ് അവനൊപ്പമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ 10 കൈകളുണ്ടാവും അവളുടെ കണ്ണീര് തുടയ്ക്കാൻ. എന്നാൽ ഒരാണ് കരഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം എന്താ പറയുക, അവൻ ഒന്നെങ്കിൽ MDMA അടിച്ചിട്ട് കരയാവും, അല്ല അവൻ കഞ്ചാവ് അടിച്ച് കരയാവും, അല്ല അവൻ മദ്യത്തിൽ ഇരുന്നിട്ട് ലഹരി മൂത്തപ്പോൾ കരയാവും എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയാം. എന്നാൽ ഇതിപ്പോൾ പറഞ്ഞത് നേരെ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ ആളായി, ബഹളായി, മീഡിയയായി, വാർത്തകളായി, ചർച്ചകളായി, എന്താ പറയുക, ഈ സർക്കാർ അവൾക്കൊപ്പമാണെന്ന് പറയും. പക്ഷെ എന്താണെന്ന് കാരണം അന്വേഷിക്കില്ല. എന്തുകൊണ്ടാണ് അവൾ കരഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞത്, എന്ത് പ്രശ്നം കൊണ്ടാണ് കരഞ്ഞത് എന്ന് ആരും അന്വേഷിക്കില്ല. എല്ലാവരും അവൾക്കൊപ്പമാണ്. ഇതിപ്പോൾ പൊട്ടത്തരം പറയല്ല. ഏകദേശമൊക്കെ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയില്ല, കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പരമാവധി എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു തരം രാശിയാണ്. ഞാൻ ഇപ്പോൾ ഇന്നലെ കുറേ ഇങ്ങനെ ആലോചിച്ചു. കാരണം ഇതിപ്പോൾ എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ പറയണം. അപ്പോൾ നമുക്ക് ഇത് ക്യാമറയുടെ മുന്നിൽ അല്ല വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളാവാൻ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംസാരമാവാൻ വരിക, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളാവാൻ വരിക. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല. നമ്മുടെ നാട്, നമ്മുടെ കേരളം, അപ്പോൾ ആസ്ട്രേലിയയിൽ പോയിട്ട് അച്ഛനും മകനും വെടിവെച്ച് കുറേ ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞു.
15 പേരോളം മരിച്ചിട്ടുണ്ട്. അതേപോലെ 45-50 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇനി അവിടത്തേക്ക് വിദേശത്തേക്ക് വിസ ഉണ്ടാവില്ല. കാരണം ഈ രീതിയിലാണ് ഇപ്പോൾ അവർ പോകുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വിദേശത്ത് അവർ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ പോയി തുപ്പ്, അവിടെ പോയിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടേതായ രീതിയിലുള്ള കൾച്ചറുകൾ ആഭാസകരമായിട്ട് കൊണ്ടെടുക്കുക. ഈ ഹോളി, അതേപോലെ ജയ് ശ്രീരാം വിളിക്കുക, അതൊക്കെ എന്ത് ചെറ്റത്തരല്ലേ ഇവിടെയുള്ള ഇന്ത്യക്കാർ ചെയ്യുന്നത്. നമ്മുടെ കൾച്ചർ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ കഴിയാതെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ആസ്വദിക്കാനും പരിപാടി നടത്താനും പറ്റാത്ത ഇവർ അന്യ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ആൾക്കാരും കൂടി സമാധാനത്തോട് കൂടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഈ കൾച്ചറൊക്കെ അവർ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മുടെ ആട്ടിവിട് തന്നെ ചെയ്യും. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും ആട്ടിവിടില്ലേ. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടത്താണെങ്കിൽ പോലും അത് നടത്താൻ സമ്മതിക്കില്ല. ശരിക്കും പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൂടി വന്നാൽ മാത്രമാണ് ഈ ശബരിമലയിൽ പൂർണ്ണമായിട്ടും ആരൊക്കെയാണ് കട്ടത്. അപ്പോൾ ഇതിന് ജയിലിൽ പോകാമെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വേറൊരു കാര്യം കൂടിയും പറയാം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്ക് ഏകദേശം 80 വയസ്സ് 82 വയസ്സായി. ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇത് ആരായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരെ ഭരണം? ഇപ്പോൾ മുഖ്യമന്ത്രി ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക, ബസ്സിൽ കയറിയിട്ട് നടക്കലും പിന്നെ 41 കള്ളന്മാരും ഒരാലിബാബയും ഒക്കെ പാടെ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് വേർതിരിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരെ കാര്യങ്ങൾ മാത്രമാണ് ഇവരുടേതായ ചിന്തകൾ. അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? അപ്പോൾ എല്ലാത്തിനും നികുതി കൂട്ടി, എല്ലാത്തിനും, വെള്ളത്തിനും കറണ്ടിനും മദ്യത്തിനും എല്ലാത്തിനും, ഉപ്പ് തൊട്ടിട്ട് ഇനിയും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും വില കൂട്ടി, വില കുറച്ചിട്ട് എന്തെങ്കിലും ഇവർ തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭരണം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിൽ. പിന്നെ ചെമ്പും ചെരുവും കൂടി നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകാൻ കിട്ടിയെന്ന് വരില്ല. അതും കൂടി ചിലപ്പോൾ സർക്കാരിൻ്റെ കടത്തിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ കേന്ദ്രം നമ്മുടെ കേരളത്തിനോട് ഓരോ രീതിയിൽ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ദ്രോഹിക്കുക എന്നുള്ളത് അത് അവരുടെ സ്വഭാവ രീതിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. രക്ഷപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ കേരളം സുന്ദരമല്ലാത്തത് കൊണ്ടല്ലേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ട് താമസിക്കണേ, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് പഠിക്കണത്. ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാണ്ടാണോ? ഇവിടെയൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി പറഞ്ഞാൽ വിദ്യാഭ്യാസം അക്കങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. പല രീതിയിൽ നമ്മളൊക്കെ പഠിച്ചത് ചരിത്രങ്ങളായിരുന്നു. ഇപ്പോൾ ചരിത്രങ്ങളല്ല വരുന്നത്. ഇപ്പോൾ ഇനി RSSൻ്റെ ഒരു അജണ്ടയാണ്, പിന്നെ സ്വയം സേവാ സംഘം എന്നുള്ളൊരു രീതിയിലുള്ള BJPയുടെ ഒരു നിർദ്ദേശമാണ് വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെയുള്ള കുട്ടികൾ പഠിക്കേണ്ടി വരും. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇതേപോലെ വാളും കത്തിയും ഒക്കെ എടുക്കും. അപ്പോൾ അതിനുള്ളൊരു മുന്നേറ്റം കൂടിയാണ് നമ്മളിപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പറഞ്ഞാൽ വേറെ എന്തൊക്കെ കരാറിൽ ഒപ്പുണ്ടാവുമെന്ന് നമുക്കറിയാൻ കഴിയുമോ? കാരണം ഈ ജനങ്ങളോട് പറയാതെ മുഖ്യമന്ത്രി ശിവൻകുട്ടി പോലും അറിയാതെ എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് വായിക്കാൻ അറിയില്ല. അതുകൊണ്ടായിരിക്കാം മൂപ്പര് അറിയില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ മൂപ്പർക്ക് അറിയുമായിരുന്നെങ്കിൽ മൂപ്പര് ചിലപ്പോൾ അത് തടയുമായിരുന്നു, അങ്ങനെയും പറയാം. അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല, ഒരു ഇൻഫ്ലുവൻസും നമുക്ക് തോന്നുന്നില്ല, ഒരു മോട്ടിവേഷൻ തോന്നുന്നില്ല. എന്തായാലും നമ്മുടെയൊക്കെ കാര്യം കട്ടപ്പോക തന്നെ, അതിൽ യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഇനി ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കൂടി സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ഒന്നാമത് എന്താ അറിയോ, ഈ വാർത്താക്കാർ, മലയാളം ന്യൂസിലത്തെ ആൾക്കാർ, വാർത്താ ചാനലുകാർ ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല. അവരൊക്കെ കുറേ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അതേപോലത്തെ നമ്മുടെ ചിന്തകളെയാണ് ഈ സർക്കാർ മാധ്യമങ്ങൾ ഒറ്റി കൊടുത്തത്. ഈ ജനങ്ങളുടെ ചിന്തകളെ, സമയത്തെയാണ് ഈ സർക്കാരിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒറ്റി കൊടുത്തത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്, മോട്ടിവേഷൻ. എന്തായാലും പൈസ ഉള്ളവർക്ക് നല്ല രീതിയിൽ ജീവിക്കുക, പൈസ ഇല്ലാത്തവർക്ക് വേണ്ടാത്ത രീതിയിൽ ജീവിക്കുക, അത്ര തന്നെ. ഇപ്പോൾ പൈസയും ഇതൊന്നും ഉണ്ടായിട്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല. കാരണം നമ്മളൊക്കെ പിന്നെ പറയേണ്ട വരും.